അവരെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയും അവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയും നമ്മൾ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്ന നിലയിൽ നമ്മുടെ ഹോസ്പിറ്റലുകളുടെ കൂടി പിന്തുണയോടെ തൂഫാൻ കെയർ എന്ന അടുത്ത ഒരു പ്രോജക്റ്റ്, ഒരു ആക്സിലറേഷൻ കിട്ടിയിട്ടുണ്ട്, കുറച്ച് സ്പീഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുണ്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിയമ നടപടികൾക്കൊപ്പം ചികിത്സയും ജനപങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ക്രിയ സിവിൽ സർവീസസ് അക്കാദമിയിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നത്. പെരിന്തൽമണ്ണ ക്രിയ സിവിൽ സർവീസ് അക്കാദമിയിൽ നടന്ന യോഗം MLA ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തെ ലഹരിമുക്ത മണ്ഡലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ജനകീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരി ഉപയോഗത്തിന് അടിമപ്പെടുന്ന യുവാക്കളെ ചികിത്സയിലൂടെയും പുനരധിവാസത്തിലൂടെയും സമൂഹ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തൂഫാൻ കെയർ പദ്ധതിക്ക് രൂപം നൽകുമെന്നും അറിയിച്ചു. മയക്കുമരുന്നിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിധേയമായിരിക്കുന്ന അല്ലെങ്കിൽ അടിമപ്പെട്ടു പോയ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയും അവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയും നമ്മൾ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്ന നിലയിൽ നമ്മുടെ ഹോസ്പിറ്റലുകളുടെ കൂടി പിന്തുണയോടെ തൂഫാൻ കെയർ എന്ന അടുത്ത ഒരു പ്രോജക്റ്റ്, പിന്നെ തൂഫാനെതിരായിട്ടുള്ള നിയമ നടപടികൾ ഉൾക്കൊള്ളുന്ന തൂഫാൻ എതിരായിട്ടുള്ള ആക്ഷനുമാണ് നമ്മളുടെ 3 എലമെന്റുകൾ ചേർന്നാണ് ഈ പ്രോജക്റ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നിരന്തരമായി ഇപ്പൊ കഴിഞ്ഞ നിയമസഭയിലും ഞങ്ങൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പോലീസും എക്സൈസും എല്ലാം വളരെ ശക്തമായി, പ്രത്യേകിച്ച് ഞാൻ പെരിന്തൽമണ്ണയിലെ പോലീസിനെയും എക്സൈസിനെയും ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ദ ഡിസർവ് സം അപ്രീസിയേഷൻ. കാരണം നമ്മൾ ഞാൻ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നമുക്കൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് എപ്പോഴൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നോ അപ്പോഴെല്ലാം നമ്മളുടെ ആ ഇൻഫർമേഷൻ അനുസരിച്ച് ആക്ട് ചെയ്യാനും പ്രതികളെ പിടികൂടാനും അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാനും നിർഭയമായി നമ്മുടെ പോലീസും എക്സൈസും ഉണ്ടായിട്ടുണ്ട് എന്നത് ഞാൻ ഈ യോഗത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. കാരണം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ പോയ ഒരു ടീം നമുക്കുണ്ട്. എന്നാൽ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം അവർക്ക് ആളുകളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസിനും ആള് കുറവാണ്, എക്സൈസിന് അതിനേക്കാൾ ആള് കുറവാണ്. അപ്പൊ നമ്മൾ പൊതുജനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ എത്രമാത്രം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ അത്രയും നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ജൂലൈ 17 പെരിന്തൽമണ്ണയിലെത്തി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന്റെ മുന്നൊരുക്കങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ 2000-ഓളം പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിവിധ കമ്മിറ്റികൾക്ക് ചുമതല നൽകി. ജൂലൈ 17 നടക്കുന്ന പരിപാടിയുടെ മുന്നോടിയായി വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭയിലും പ്രത്യേക ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കും. ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ വിളംബര ജാഥകൾ സംഘടിപ്പിക്കും. ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ തൂഫാൻ ഷൂട്ടൌട്ട് മേളകൾ സംഘടിപ്പിക്കും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർക്കും. MLAയുടെ നേതൃത്വത്തിൽ ക്യാമ്പസ് റൈഡ് നടത്തും. ഫ്ലാഷ് മോബ്, രചനാ മത്സരങ്ങൾ, റീൽസ് മത്സരങ്ങൾ, ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ, മാരത്തൺ, പ്രഭാത സവാരി, ചിത്രരചനാ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീന മോൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആയിഷ മേക്കോട്ടിൽ, സുലൈഖ കരിമ്പന, പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ. നോർമലി ഇത് നാർക്കോട്ടിക് ഹണ്ട് തുടർന്നുകൊണ്ടിരുന്നതാണ്. അത് നമ്മൾ സ്കോഡുകാരെ വെച്ചിട്ടാണെങ്കിലും അല്ല നമ്മൾ ലോക്കൽ പോലീസിംഗിലൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു ഞാൻ മുമ്പ് ഇവിടെ ഞങ്ങളൊരു പേഴ്സണൽ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ്, ഒരു ആക്സിലറേഷൻ കിട്ടിയിട്ടുണ്ട്, കുറച്ച് സ്പീഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുണ്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നത്. അത് അതിന്റെ കാരണം നേരത്തെ ഇതിന് മുമ്പുള്ള സമയങ്ങളിൽ ഈ പറയുന്ന
പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ലഹരി കച്ചവടം ചെയ്യുന്നവരുടെയൊക്കെ ഇൻഫർമേഷൻസ് തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇവര് എന്തെങ്കിലും അവരെ ചെയ്യുവോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും പിന്നെ മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുവോ അല്ലെങ്കിൽ അവരെ അപകടപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ഒരു പേടിയും ഭയവും ഒക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ഈ പൊതുജനങ്ങൾ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ചില നമുക്ക് നല്ല അവയർനെസ് ഒക്കെ ഇട്ടിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ള കാര്യം അറിയാം. പക്ഷെ ഇതെന്താണ് യോദ്ധാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പ് നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ പൊതുജനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഭയമില്ലാതെ ഞങ്ങൾക്ക് അതിന്റെ ഒരു ഇൻഫർമേഷൻ തരാനായിട്ട് ഞങ്ങൾക്ക് പറ്റും. എക്സൈസ് ഇൻസ്പെക്ടർ പി അനൂപ്, റിട്ടയർഡ് SP അബ്ദുൾ കരീം, തഹസിൽദാർ വേണു, ഡോക്ടർ പി ഉണ്ണീൻ, MP ഫസൽ മുഹമ്മദ്, AK നാസിർ മാസ്റ്റർ, അരഞ്ഞിക്കൽ ആനന്ദൻ, PK സുജീഷ്, AO കുഞ്ഞിമൊയ്തീൻ, C മുഹമ്മദ് മുസ്തഫ, CK ഹാരിസ്, K ഭാരതി, ഡോക്ടർ അഫ്സൽ ജമാൽ, സിദ്ദീഖ് വാഫി, KM ഫത്താഹ്, അൻവർ സാദത്ത്, ജമാൽ ചെറുവാടി, മുനീർ പനക്കട, തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജൂലൈ 17 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുന്ന നിയോജക മണ്ഡലം തല ഉദ്ഘാടനത്തോടൊപ്പം ഓപ്പറേഷൻ തൂഫാന്റെ ജനകീയ പ്രവർത്തനങ്ങൾക്കും പെരിന്തൽമണ്ണയിൽ ഔദ്യോഗിക തുടക്കമാകും. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.